സ്ഥലത്തേക്കും പുതുതായിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ടിൽ ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ബോർഡിംഗ് പാസും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. എമിഗ്രേഷൻ ഒരു ക്യൂ ആണിത്, അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാണ്. പുലർച്ചെ 4 മണിക്കായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നത്. എയർ അറേബ്യ ആയിരുന്നു എയർലൈന്. ഇവിടുന്ന് നേരെ ഷാർജയിലേക്കാണ്. പിന്നീട് ഷാർജയിൽ നിന്നാണ് കൈറോയിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത്. അപ്പോൾ പുലർച്ചെയുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അധിക പേരും രാത്രിയിൽ ഉറക്കം കിട്ടാത്തവരായിരിക്കുമല്ലോ. എല്ലാവരും കിടന്നങ്ങനെ ഉറങ്ങായിരുന്നു. മിക്ക പേരും കിടന്നുറങ്ങായിരുന്നു. നമ്മൾ നന്നായിട്ട് ഉറങ്ങി. ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് മൊത്തം 6 പേരുണ്ടായിരുന്നു. അങ്ങനെ 6 പേര് ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പിന്നീട് നന്നായിട്ട് ഉറങ്ങി എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെയായിരുന്നു കണ്ടിരുന്നത്. ആ നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ പിന്നീട് ഷാർജ എയർപോർട്ടിൽ 7 മണിക്കാണ് നമ്മൾ എത്തിയത്. 7 മണിക്ക് എത്തിയിട്ട് ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ, അത് 8 മണിക്ക് തന്നെ ആയിരുന്നു, 8 മണിക്കുള്ള അടുത്ത ഫ്ലൈറ്റിൽ കൈറോയിലേക്കുള്ളതിൽ നമ്മൾ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ കൈറോയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റ് കൂടി വരികയാണ്. ഇനി നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കൈറോയിലേക്കാണ്. അപ്പോൾ ഈജിപ്തിനെ കുറിച്ച് പറയുമ്പം 5000-ലധികം വർഷത്തെ ചരിത്ര പാരമ്പര്യം തന്നെ അവകാശപ്പെടാവുന്ന അപൂർവം രാഷ്ട്രങ്ങളിലൊന്നാണ് ഈജിപ്ത്. ഒരുപാട് പണ്ഡിതന്മാരുടെയും പുണ്യാത്മാക്കളുടെയൊക്കെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ നാടാണത്. ഖുറാനിൽ തന്നെ നല്ലൊരു ഭാഗം പ്രതിനിധീകരിക്കുന്നത് ഈജിപ്തിനെ കുറിച്ചിട്ടാണ്, മിസറിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് ചരിത്ര ചീളുകൾ കൊണ്ട് നിറക്കപ്പെട്ട സംസ്കാര സമ്പന്നതയുടെ പറുദീസയാണ് യഥാർത്ഥത്തിൽ ഈജിപ്ത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മുടെ പണി കാര്യമായിട്ട് ഉറക്കം തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ കുറേയൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേ താഴത്തു കൂടിയാണ് ഇപ്പം പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനായ് പെനിൻസുല, ആ ഒരു സിനായ് മരുഭൂമിയുടെ ഭാഗം കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സൂയസ് ഗൾഫാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കരുതിയത് നൈലിൻ്റെ ഒരു ഭാഗമാണ്, നൈൽ നദിയുടെ ഏതൊരു ഭാഗമാണെന്ന് കരുതിയത്. പക്ഷേ പിന്നെ 2 സൈഡിലും മരുഭൂമി കണ്ടപ്പോഴാണ് മനസ്സിലായത് സൂയസ് ഗൾഫാണെന്ന്. മാത്രമല്ല സൂം ചെയ്ത് നോക്കിയപ്പം കുറേ കപ്പലുകളും കണ്ടിരുന്നു. അപ്പോൾ ഈ സൂയസ് ഗൾഫും കടന്നിട്ട് ആണ് നമ്മൾ ഇനി ഈജിപ്തിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഈജിപ്തിൻ്റെ മാപ്പ് ഇതുപോലെയാണ് വരുന്നത്. ആഫ്രിക്കൻ വൻകരയിലാണ് ഈജിപ്ത് ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈജിപ്ത്, കൈറോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗം. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് റെഡ് സീ ആണ് വരുന്നത്. മുകളിൽ മെഡിറ്ററേനിയൻ സീ ആണ്. ഈ മെഡിറ്ററേനിയൻ സീൻ്റെയും അപ്പുറത്താണ് യൂറോപ്പ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോൾ, ഈജിപ്ത് എന്നല്ല ആഫ്രിക്കയിലെ ഏത് രാജ്യമാണെങ്കിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അറേബ്യൻ ഉപദ്വീപിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പറക്കുക. അപ്പോൾ അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പം പേർഷ്യൻ ഗൾഫ്, അറേബ്യൻ സീ, റെഡ് സീ, ഇത് 3ഉം ചുറ്റപ്പെട്ടുള്ളതാണ് അറേബ്യൻ ഉപദ്വീപ്. ഇതിന് മുകളിലൂടെ പറക്കുമ്പം കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് നമ്മൾ ഇറങ്ങും. എന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുക. അപ്പോൾ ഇവിടെ നമ്മൾ ഷാർജയിൽ ഇറങ്ങി, എന്നിട്ട് സൗദി അറേബ്യൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈജിപ്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സൗദി അറേബ്യൻ്റെ മുകളിലൂടെ പോയിട്ട് റെഡ് സീയുടെ മുകളിലായിട്ട് 2 കൊമ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു ഭാഗമാണ് ഇപ്പുറത്തെ ഈ ഒരു ഫോട്ടോയിൽ സൂം ചെയ്തിട്ടുള്ളത്. സൗദി അറേബ്യയിലൂടെ വന്ന് നമ്മൾ നേരെ പോയിട്ട് മുകളിലൂടെ പോയിട്ട് സീനായ് പെനിൻസുല എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക്, അവിടുത്തെ ഈജിപ്തായി ആ ഭാഗത്തിലൂടെ പോയിട്ട് ഈ സൂയസ് ഗൾഫും കൂടെ കടന്നിട്ടാണ് ഈജിപ്തിലേക്ക് എത്തുന്നത്, കൈറോയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്, സൂയസ് ഗൾഫ് എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം കണ്ടത് നൈൽ നദിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി കുറച്ചുകൂടി താഴത്തേക്ക് നമ്മൾ പറന്ന് ഏകദേശം ആ ഒരു മരുഭൂമിയുടെ ഭാഗം കഴിഞ്ഞിട്ട് ഈ നൈൽ നദി അതുപോലെ അങ്ങനെയുള്ള നഗരപ്രദേശങ്ങളിലേക്ക് കടന്നിട്ട് ആ ഒരു എയർപോർട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിലെ ഏറ്റവും തിരക്കേറിയൊരു എയർപോർട്ടിൽ പെട്ടതാണ് ഈ എയർപോർട്ട് കേട്ടോ. 2 ഇൻ്റർനാഷണൽ ടെർമിനലിന് ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ടെർമിനൽ അതിന് ഓൾഡ് എയർപോർട്ട് എന്നാണ് പറയാറുള്ളത്. മധ്യകിഴക്കൻ എയർലൈനുകളൊക്കെയാണ് ഇവിടെ വരാറുള്ളത്. രണ്ടാമത്തേത് പേർഷ്യൻ ഗൾഫ് അതുപോലെ യൂറോപ്യൻ മേഖലയിൽ നിന്നൊക്കെ വരുന്ന എയർലൈനുകൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു എയർപോർട്ടിൽ ഏറ്റവും സന്തോഷം നൽകിയൊരു കാഴ്ച ചെയ്യുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വെൽക്കം അവിടെ ചെല്ലുമ്പോൾ. യൂസഫ് നബിയുടെ പിതാവ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതുപോലെ സഹോദരങ്ങളും കൂടെ വന്ന സമയത്ത്
ആ സമയത്ത് യൂസഫ് നബി അവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്ത, അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കാണിത്, ഉദ്ഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. ആ ഒരു വെൽക്കം നമുക്ക് കൂടെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാക്സിയിൽ പോകുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടുത്തെ വീടുകളുടെ ഇതൊക്കെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഇതിനൊക്കെ ഒരു കളർ, ഈ ഒരു ചെമ്മൺ കളറിലുള്ള പരന്ന് കിടക്കുന്ന ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തോന്നും ആൾതാമസം ഇല്ലയെന്ന്, പക്ഷേ പുറത്ത് ആൻറ്റിനകളും ഡിഷുകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ആൾതാമസങ്ങളുള്ള ബിൽഡിങ്ങുകളാണ്. കളർ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുക. ഇത് നൈൽ നദിക്ക് കുറുകെയുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു പാലാണ്. ഈജിപ്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ 90% മരുഭൂമികളാണ്. ഈ നൈൽ നദി ഒഴുകുന്ന, വെള്ളം ഒഴുകുന്ന ആ ഭാഗങ്ങളിൽ, അതിൻ്റെ തടങ്ങളിലായിട്ടാണ് നഗരപ്രദേശങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങളിൽ 90% പേരും ജീവിക്കുന്നത് ഈ നൈൽ നദിയുടെ തടങ്ങളിലാണ്. അപ്പോൾ നൈൽ നദി ഇല്ലായിരുന്നുവെങ്കിൽ ഈജിപ്ത് വെറും മരുഭൂമിയായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നൈൽ നദിയാണെന്ന് പറയാൻ പറ്റും. കാരണം അതിൻ്റെ പുരോഗതിയും കാര്യങ്ങളെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഈ നൈൽ നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നൈൽ നദി വടക്കൻ സുഡാനിൽ നിന്ന് ഒഴുകിയെത്തിയിട്ട് നേരെ ഈജിപ്തിലേക്ക് 1600 കിലോമീറ്ററോളം ഈജിപ്തിലൂടെ ഒഴുകിയിട്ട് വടക്കൻ കൈറോയിൽ വെച്ചിട്ട് പലതായി പിരിയുന്നുണ്ട്. എന്നിട്ട് നേരെ മെഡിറ്ററേനിയൻ സീയിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. എയർപോർട്ടിൽ നമ്മൾ നേരെ വന്നിറങ്ങുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ താമസിക്കാനുള്ള റൂം നോക്കാനാണ് വന്നിട്ടുള്ളത്. അൽ-അസ്ഹറിൽ പഠിക്കുന്ന ചില സുഹൃത്തുക്കൾ വഴിയാണ് റൂമൊക്കെ ശരിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാകും ഇമാം ഹുസൈൻ അള്ളാഹുവിൻ്റെ മക്ബറയിലേക്കുള്ള വഴിയെന്ന്. ഇത് ഹുസൈൻ അള്ളാഹുവിൻ്റെ മക്ബറ അടങ്ങുന്ന വിശാലമായ പള്ളിയും അൽ-അസ്ഹർ മോസ്ക്, യൂണിവേഴ്സിറ്റിയൊക്കെ അടങ്ങുന്ന ആ ഒരു ഭാഗമാണ് ഈ നമ്മൾ താമസിക്കാനുള്ള സ്ഥലം നോക്കുന്ന ഈ ഒരു ഭാഗം. ഹുസൈൻ എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈജിപ്തിൽ ഒരുപാട് മഹാന്മാരുടെ മക്ബറകളുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ ആ മഹാന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത് മിക്കതും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയിട്ടുള്ള ഒരു റൂം, അത് 12 മണി ആയിരുന്നു ഈജിപ്തിൽ ആ സമയമെങ്കിൽ പോലും ഓപ്പൺ അല്ലായിരുന്നു. ഈജിപ്തിലെ ആളുകൾ രാവിലെ എണീറ്റ് ഒന്ന് സജീവമാകാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. പിന്നീട് നമ്മൾ വേറൊരു റൂമിലേക്ക് പോയി. അങ്ങനെ ആ റൂമിലാണ് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുവോളം താമസിച്ചിരുന്നത്. ആ ഒരു റൂം ഫുന്ദുഖ് ഹുസൈൻ എന്ന് തന്നെ ആയിരുന്നു ആ ഹോട്ടലിൻ്റെ പേരുണ്ടായിരുന്നത്. അവിടെയായിരുന്നു പിന്നീട് നമ്മൾ തിരിച്ചു വരുവോളം താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹോട്ടലാണ് ഇത്. ഇവിടെ നമ്മുടെ ഒരു സത്രം പോലെയൊക്കെ തോന്നിപ്പോകും. നമ്മൾ അറേബ്യൻ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള അങ്ങനെയായിരുന്നു നമുക്കൊരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. റൂമിൽ കയറി കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ അൽ-അസ്ഹർ അതുപോലെ ഹുസൈൻ പള്ളിയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ അത്ര ചെറിയൊരു ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അത് അടുത്ത് തന്നെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഈജിപ്തിൻ്റെ തലസ്ഥാനം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈജിപ്തിൻ്റെ നഗരങ്ങളിൽ പ്രധാനപ്പെട്ടൊരു നഗരമായിട്ടുള്ള കൈറോ തന്നെയാണ്. കൈറോ ആണ് തലസ്ഥാനം. കൈറോ നോക്കുമ്പം വലിയ പുരോഗതിയുള്ള വലിയ നഗരമാണ്. ഇതിൻ്റെ ഉൾഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളുടെ ഒരു ചായയൊക്കെ തോന്നിപ്പിക്കും. ഇവിടെയൊക്കെ ഒരുപാട് വഴിവാണിഭക്കാരുണ്ടായിരുന്നു. പല തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് എടുത്തതാണ് ഇപ്പോൾ നമ്മൾ. ഈജിപ്തിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ മിക്ക സ്ഥലങ്ങളും വായിച്ചിട്ടുണ്ടാകും അവിടെയുള്ള ആളുകൾ ഹുക്ക് വലിക്കുന്നതിനെ കുറിച്ചിട്ട്. യുവാക്കൾ പോലും ഹുക്ക് വലിച്ചിരുന്ന് സമയം കളയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട ആൾ, അവരുടെ കയ്യിലൊരു ഗ്ലാസ് കുപ്പിയുണ്ട്, അതിനുള്ളിൽ പച്ചപ്പാനീയം, അത് ഹുക്ക് വലിക്കുന്നതിൻ്റെ പാനീയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം അത് വാങ്ങിച്ചിട്ട് സ്ത്രീകൾ പോലും വലിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ അവിടെയൊക്കെ ദർഗയിലും മക്കാമിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു. കച്ചവടക്കാരങ്ങനെ രണ്ട് സൈഡിലും നിരന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന. മിക്ക സാധനങ്ങളും നമ്മൾ അവിടെയൊക്കെ കാണുന്ന പോലെ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയൊക്കെ തോന്നുന്ന കുറേ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇത് റൊട്ടി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടപ്പം യൂസഫ് നബിയുടെ ചരിത്രത്തിൽ പറയുന്ന റൊട്ടി കച്ചവടം, അതിനെക്കുറിച്ചൊക്കെ ഓർത്തുപോയി. ചരിത്രങ്ങളിലൊക്കെ പറയുന്ന ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ കച്ചവടക്കാർ തന്നെയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ ഹുസൈൻ അള്ളാഹുനുവിൻ്റെ മഖബറ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിക്ക് മുമ്പിലും മസ്ജിദ് നബവിയിൽ നമ്മൾ കാണാറുള്ള അതിനോട് സമാനമായിട്ടുള്ള കൊടകളുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഹുസൈൻ എന്നിൽ നിന്നുള്ളതാണ്, ഞാൻ ഹുസൈനിൽ നിന്നും, ഹുസൈനെ സ്നേഹിക്കുന്നവരെ അള്ളാഹും സ്നേഹിക്കട്ടെ. അപ്പോൾ നബി തങ്ങളുടെ ആ പ്രിയപ്പെട്ട പേരമകൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അംഗച്ഛേദം വരുത്തിയിരുന്നു. അപ്പോൾ ശരീരഭാഗങ്ങളൊക്കെ കർബലയിൽ തന്നെ മറവ് ചെയ്തു. അവിടുത്തെ പവിത്രമാക്കപ്പെട്ട ശിരസ് അത് യസീദിന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഫലസ്തീനിലായിരുന്നു ആദ്യം മറവ് ചെയ്തിരുന്നത്. പിന്നീട് 1548 നടന്ന ഫ്രഞ്ച് ആക്രമണത്തിൽ അത് കൈറോയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ മറവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. വലിയ പള്ളിയാണ്, വിശാലമായ, കാണാൻ നല്ല ഭംഗിയുള്ള അതിവിശാലമായിട്ടുള്ള പള്ളിയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വേറെ തന്നെ ഭാഗങ്ങളായിട്ടുള്ള വിശാലമായിട്ടുള്ള പള്ളിയായിരുന്നു ഇത്. ചുമ്മാ ഈ ബഹളത്തിനിടയിലും കിടന്നിറങ്ങുന്നൊരു പൂച്ചയും കുറച്ച് പ്രാവുകളൊക്കെ എടുത്തതാണ്, അതവിടെ കിടക്കട്ടെ. ഇനി ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഒരു ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് അൽ-അസ്ഹർ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൽ-അസ്ഹർ ഇവിടുന്ന് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അൽ-അസ്ഹർ പള്ളി വരുന്നത്. ഇപ്പോൾ റോഡ് മുറിഞ്ഞു വേണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. അതിന് പകരമായിട്ട് ഇതുപോലെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു ടണൽ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് അൽ-അസ്ഹർ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം. അൽ-അസ്ഹർ പള്ളി ഫാത്തിമി ഭരണകാലത്ത് ഫാത്തിമികളാണ് നിർമ്മിക്കുന്നത്. ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ളൊരു സ്ഥാപനമാണിത്. നവവി ഇമാമ്, അതുപോലെ സുയൂത്തി ഇമാമ്, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇസുബ്നു അബ്ദുസ്സലാം, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥാപനമാണിത്. പള്ളി വിശാലവും ഗംഭീരവുമായിരുന്നു. അതുപോലെ ഒരു വലിയ നടുമുറ്റുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു നിർവൃതി നൽകുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുക. കാരണം ഒരുപാട് കുട്ടികൾ, ഇതാ ഒരു ഉസ്താദിന് കീഴിൽ 4 സ്ത്രീകൾ ഇരുന്ന് പഠിക്കുന്നത് കണ്ടോ. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉസ്താദന്മാരുടെ കീഴിലായിട്ട് കിതാബ് ഒതുകയും ദർസ് ഒതുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവിടെ പൂർവ്വകാലങ്ങളിൽ തന്നെ ദർസ് നടന്നിരുന്ന ഒരു പള്ളിയാണിത്. ഒരുപാട് വർഷം മുമ്പ് തന്നെ ഇപ്പോഴും അതുപോലെ അവിടെ ഉണ്ട്, അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്ന്, സ്റ്റുഡൻസിൽ നിന്നും ഇന്തോനേഷ്യക്കാരായിട്ടുള്ള ആളുകളെ കൂടുതൽ കാണാനും സാധിച്ചത് കേട്ടോ. അവർ കൂട്ടമായിട്ടും ഒറ്റക്കായിരുന്നൊക്കെ ഇങ്ങനെ കിതാബ് ഓതുകയും വായിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. അൽ-അസ്ഹർ പള്ളിയിൽ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് കുല്ലിയകൾ ഇതിനോട് നേരെ അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത്. ചില കുല്ലിയകൾ കുറച്ചപ്പുറം കൈറോയിൽ തന്നെ മാറിയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളി കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷവും നിർവൃതിയും തോന്നി. മിസ്ർ യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡായ ഇതിൽ ഹുസൈൻ പള്ളിയും അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയൊക്കെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം.